നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുലാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രോസിയായ ദി റെസിഡൻസ് ഫ്രണ്ടിന്റെ തലവനാണ് ഗുൽ. TRF നേതാവ് ഷെയ്ഖ് സജാദ് ഗുൽ എന്ന സജാദ് അഹമ്മദ് ഷെയ്ഖ് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ഒളിവിൽ കഴിയുന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ കേരളത്തിൽ ഇയാൾ എത്തിയതായിരുന്നുള്ള സൂചനകളടക്കം പുറത്തുവരുന്നുണ്ട്. ഇയാൾ കേരളത്തിലും കർണാടകത്തിലും പഠിച്ചതായാണ് റിപ്പോർട്ടുകൾ. കാശ്മീരിലെ ലഷ്കർ-ഇ-തോയ്ബ പ്രോക്സിയായ ദി റെസിഡൻസ് ഫ്രണ്ടിൽ ചേരുന്നതിന് മുൻപാണ് ഇയാൾ കേരളത്തിലും കർണാടകത്തിലും എത്തിയത്. ശ്രീനഗറിൽ വിദ്യാഭ്യാസം നേടിയ ഇയാൾ ബംഗളൂരുവിൽ MBA നേടി. പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. കാശ്മീരിലേക്ക് മടങ്ങിയ ശേഷം ഡയഗ്നോസ്റ്റിക് ലാബ് സ്ഥാപിക്കുകയും തീവ്രവാദ ഗ്രൂപ്പിന് ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തു. സജാദ് ഗുൽ കേരളത്തിലെത്തിയിരുന്നതായ റിപ്പോർട്ട് പോലീസ് ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. പഠന സമയത്താണ് ഇയാൾ കേരളത്തിലുണ്ടായിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എവിടെയാണ് ഗുൽ പഠിച്ചതെന്ന് കണ്ടെത്താനാണ് ശ്രമം. ഇയാളുടെ ഒളിവ് കേന്ദ്രവും ഇന്ത്യ സേന ആക്രമിക്കാൻ സാധ്യതയേറെയാണ്. ഗുല്ലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ NIA-യിൽ നിന്നും കേരള പോലീസ് തേടും. പഠനത്തിനു ശേഷം കാശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഗുൽ ലാബ് ആരംഭിക്കുകയും ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നതായുമാണ് റിപ്പോർട്ടിലുള്ളത്. ബോംബ് നിർമ്മാണ വൈദഗ്ധ്യത്തിന് വേണ്ടിയാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നതെന്നും സൂചനയുണ്ട്. ഗുല്ലിന്റെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. പിന്നീട് ഭീകരവാദത്തിലേക്ക് കടന്നു ഇയാൾ. 2022 ഏപ്രിലിൽ NIA ഇയാളെ തീവ്രവാദിയെ പ്രഖ്യാപിക്കുകയും 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഗുല്ലുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങളും ആശയവിനിമയങ്ങളും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തു. ബുധനാഴ്ചയാണ് ഉദ്യോഗസ്ഥർ ഈ വിവരം നൽകിയത്. 2020-നും 2024-നും ഇടയിൽ മധ്യ തെക്കൻ കാശ്മീരിൽ നടന്ന ലക്ഷ്യ കൊലപാതകങ്ങൾ, 2023-ൽ മധ്യ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണങ്ങൾ, അനന്ത്നാഗിലെ ബിജ്ബൈഹാരയിൽ ജമ്മു കാശ്മീർ പോലീസുകാർക്ക് നേരെ പതിയിരുന്നുള്ള ആക്രമണം, ഗണ്ടർബലിലെ ഇസഡ്മോർ ടണൽ ആക്രമണം എന്നിവ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഗുൽ. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്നതാണ് ഇയാളുടെ ഉത്തരവാദിത്തം. ചേട്ടനേക്കാൾ വളർന്ന് ഗുൽ ലഷ്കറിന്റെ വിശ്വസ്തനായി, അങ്ങനെ TRF-ന്റെ തലവനുമായി. ഇയാൾക്ക് കേരളത്തിൽ അടുപ്പക്കാരുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇതിനിടെ കേരളത്തിൽ വന്നുപോയ ഗുല്ലിന് തീർച്ചയായും ഇവിടത്തെ മുക്കും മൂലയും കാണാപാഠമായിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ കേരളത്തിലും കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. രാജ്യത്തുടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളായ വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങൾ, കര, നാവിക, വ്യോമസേനാ താവളങ്ങൾ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി. കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി നാവിക താവളം, INS ദ്രോണാചാര്യ, INS ഗരുഡ, നാവിക വിമാനത്താവളം, INSHS സഞ്ജീവിനി എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാ സേനയെ വിന്യസിച്ചു. കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി. സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം, തുറമുഖം, എണ്ണ ശുദ്ധീകരണശാല, LNG ടെർമിനൽ, ഷിപ്പ്യാർഡ്, കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു. ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്കും സുരക്ഷ തുടരും. സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിലില്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. സംഘർഷവേളയിൽ സ്ഥിരീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത്. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂരിൽ കാണ്ഡഹാർ വിമാന റാഞ്ചിലെ സൂത്രധാരൻ അബ്ദുൾ റൌഫ് അഷറും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. മസൂദ് അസറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫ്. മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേരും അടുപ്പമുള്ള 4 പേരും കൊല്ലപ്പെട്ടതായി വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണം കാരണമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രതികരിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയോടാണ് ഇക്കാര്യം പറഞ്ഞത്. സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തിയാൽ ശക്തമായി നേരിടുമെന്നും ജയശങ്കർ പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂരിൽ അവസാനിക്കില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എല്ലാത്തിനും തയ്യാറായിരിക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഇനിയും പാക് പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി. ഓപ്പറേഷൻ സിന്ധുവിന് 2ാം ഘട്ടമുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന. ഇന്ത്യയുടെ പട്ടികയിലുള്ള 21 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ചത് 9 എണ്ണം മാത്രമാണ്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്.
അതേസമയം അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ്, ഹോംഗാർഡുകൾ എന്നിവർ ഏതു സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകണമെന്നാണ് നിർദ്ദേശം. കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ശ്രീനഗർ എയർപോർട്ട് അടച്ചിട്ടു. ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ഇതിനിടെ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നമുണ്ടാക്കരുതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.